ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആൻഡമാനിലെ ഒരു ലീവ് വേക്കൻസിക്കാണ് ഈ ഡിങ്കിയിൽ പോകുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ രീതിയിൽ വള്ളങ്ങൾ ഒരുപാടുണ്ട്. ആൻഡമാനിലാണെങ്കിൽ വള്ളങ്ങളില്ല. ഇതുപോലത്തെ തങ്ങൽ വള്ളമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലുണ്ട് തങ്ങൽ വെള്ളം, കേരളം തമിഴ്നാട്ടിലുണ്ട് തങ്ങൽ വെള്ളം. അത് ഒരാഴ്ചയിൽ വരും. പക്ഷേ ഇവരങ്ങനെയല്ല, ഒരു 10 ദിവസം വരെ കടലിൽ കിടക്കും. ഇവരെ കൂടെ പോയപ്പോഴാണ് ഈ ഡോളർ മീൻ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഡോളർ എന്ന് സാധാരണ രീതിയിൽ അവിടെ എല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ചൂണ്ടയിട്ട് പിടിക്കുന്നതും ഇതിനെ കൊല്ലുന്നത് എങ്ങനെയെന്ന് ഞാൻ കണ്ടത്. അപ്പം സാധാരണ രീതിയിൽ ഞങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിച്ചാൽ എടുത്ത് ഒരു ബോക്സിലെടുത്തെങ്കിലും, ഈ ഡോളർ മീനിനെ മാത്രം ഒരു ഡ്രമ്മിൽ വെള്ളം നിറച്ചിട്ട് അതിനെ ആ മീൻ കിട്ടിയത് ഉടനെ ആ ഡ്രമ്മിൻ്റെ അകത്തിട്ടിരിക്കും. ആ മീൻ നീന്തി പതുക്കെ എപ്പോൾ മരിക്കുന്നുവോ ആ സമയത്ത് ഇതിൻ്റെ വായുടെ ഭാഗത്ത് 2 റബ്ബർ ബാൻഡ് വിട്ട് അത് ഉടനെ ഫ്രീസറിൽ ഇടുന്നതാണ്. കാരണം ഈ മീൻ സാധാരണ രീതിയിൽ ഇച്ചിരി കളർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മീൻ എടുക്കത്തില്ല, കമ്പനിക്കാരെടുക്കത്തില്ല. ഇത് ഒരു കിലോയ്ക്ക് വന്നിട്ട് 1100 രൂപ ഫിക്സ്ഡ് റേറ്റാണ്. എപ്പോൾ പോയെന്നല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ മീൻ വില കുറവും കൂടുതലും ആ രീതി നിൽക്കും. ഈ ഡോളർ മീനിന് മാത്രം ഒരു കാരണവശാലും 1700 രൂപ റേറ്റ് പറഞ്ഞാൽ അത് അവസാനം വരെ ഒരു വർഷത്തിൽ ഒരു വർഷമല്ല, എല്ലാ വർഷവും അതേ രീതിയിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഈ മീനിന് വേണ്ടി തന്നെ ഇവർ ഏറ്റവും കൂടുതൽ ഈ കരഭാഗത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. ഞങ്ങൾ ബോട്ടുകളിലാണെങ്കിൽ ഏകദേശം 172 നോട്ടിക്കലെങ്കിലും ഓടിയിട്ട് പോകും. ഇവരങ്ങനെയല്ല, ഒരു ദിവസം ഓടേണ്ട രീതിയിലാണ്. Okay.